വിശുദ്ധ ഖുർആനിലെ 89 സ്ഥലങ്ങളിലുള്ള വിശ്വാസികളോടുള്ള അഭിസംബോധനയിൽ രണ്ടാമത്തേത് സൂറത്തുൽ ബഖറ 153 ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത് ക്ഷമ അവലംബിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടുമാണ്. കാരണം ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു തആല. ഇവിടെ ക്ഷമ അവലംബിക്കണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണമോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തികമായ പ്രയാസങ്ങളോ നാം അനുഭവിക്കുന്ന ശാരീരികമായ ദുർബലതകളോ മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള മനസ്സിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആ ഒരു ചിന്ത, അതൊരു ക്ഷമയാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ശരീരത്തെ വിലക്കാനുള്ള ഒരു ഊർജം, അത് ഒരു ക്ഷമയാണ്. ഇങ്ങനെ ക്ഷമിച്ച് ഏതൊരു പ്രതിസന്ധി നമുക്കുണ്ടാകുമ്പോഴും ഇതെന്റെ നാഥന്റെ അറിവില്ലാതെ ഒരിക്കലും എനിക്ക് വരില്ല എന്ന ഒരു ചിന്ത, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള വ്യഗ്രത, നിരോധനങ്ങളെ വെടിയാനുള്ള ആ ഒരു മനസ്സിന്റെ വിശാലത, ഈ രീതിയിൽ നമ്മൾ ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും സഹായം തേടുക. അതുപോലെ ഒരു സത്യവിശ്വാസിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നമസ്കാരമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഏത് പ്രയാസങ്ങളും മാറിക്കിട്ടും. ഇതാണ് രണ്ടാമതായി അള്ളാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവൻ ഉണർത്തിയിരിക്കുന്ന സത്യവിശ്വാസികളോടുള്ള സംബോധനയിൽ രണ്ടാമത്തേത്.